അപ്പോൾ ഓപ്പോണൻ്റ് വന്നിട്ടുണ്ടായി. ഞാൻ പറയായിരുന്നു പെട്ടെന്ന് ഓപ്പോണൻ്റ് കിട്ടാനില്ല. എടാ നിങ്ങൾക്ക് ഉണ്ട് ഇത് ഡിവിഷൻ 2 ആണ്, നിങ്ങൾക്ക് ഉണ്ട് ഇതേ അവസ്ഥ. അതായത് ഓപ്പോണൻ്റ് ഒന്നും പെട്ടെന്ന് കിട്ടുന്നേ ഇല്ല, കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, ഓപ്പോണൻ്റ് സ്കോഡ്. എൻ്റെ മോനെ കുറച്ച് സീനാണല്ലോ ഗൈസ്. ഡബിൾ ബൂസ്റ്ററാണ് അധികം ഉള്ളത്. ഏറ്റവും ഗുള്ളിറ്റുണ്ട് നമ്മളെ ഷവ റുമി. എടാ ഡബിൾ ബൂസ്റ്റർ സി എഫിൽ വേണ്ട 3 ഉണ്ട്. ഏതല്ലേ? അതുപോലെ DMF വിയേറ ബീസ്റ്റ് കാർഡാണത്. നമുക്ക് എന്തായാലും മാച്ചിലോട്ട് വൈസ് സീൻ അക്കൗണ്ടാണ് ഓപ്പോണൻറ്റിൻ്റെ. ഓക്കെ, നമ്മളെ മാച്ച് തുടങ്ങുന്നുണ്ട്. യവികോ ഷവ ഒക്കെല്ലേ ഗൈസ്. ഞാനിത് ഇപ്പം ഇങ്ങനെയാണ് കളിക്കൽ, കുറച്ചുകൂടി സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഒന്നാമത് ബാറ്ററി കുറച്ചുകൂടി നിൽക്കും. അപ്പോൾ എനിക്ക് കളിക്കുമ്പോൾ കുറേ ചാർജൊന്നും പോകില്ല. പിന്നെ ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂ വരും അല്ലെങ്കിൽ. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കളിക്കുന്നത്. നൈസ് റഫീനിയ. എന്തൊക്കെ ഇവിടെ. ഓക്കെ, ഏറ്റവും കേള് 2 ഷൂട്ട്, നല്ല ചാൻസ്, 2 എണ്ണം കിട്ടി. എടാ അതെങ്ങനെ, എന്ത് തട്ടലാണ് ഇതൊക്കെ. തേങ്ങ എന്തായാലും എടുക്കുന്നേ. അത് ഷവ എടുക്കുന്നെന്ന് വിചാരിച്ചേ. തൊട്ടി ഏറ്റവും പുറത്തേക്ക്. അവിടെ 7 മിനിറ്റിൽ ഞാൻ 3 ഷൂട്ട് ചെയ്തു, ഒരു ഹെഡ് അടക്കം 3 ഷോട്ട്. തേങ്ങ. കമോൺ ഷോമിനി. നൈസ് റഫീനിയ. ഷോമിനി റഫീനിയ. ഇടോ അവനൊരു ഷൂട്ട് ചെയ്ത് അത് ഗോളും പോയി. അതും എങ്ങനെയോ തട്ടിമുട്ടി കിട്ടിയ ചാൻസ്. അത് നോക്കണം മുമ്പിൽ നിന്നിട്ട് തേങ്ങ വെറുതെ നിൽക്കുന്ന പോലെ. നമ്മളടിക്കുമ്പോൾ ഒരുമാതിരി അങ്ങ് തുള്ളിയിട്ടൊക്കെ തട്ടുന്നു. തേങ്ങ ആയതല്ലോ, വെറും വേസ്റ്റ് ഗൈസ്. അല്ലോ മൂഞ്ചിയല്ലോ എന്നാ. ഇത് പണിയാവും തോന്നുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, അവിടെ കമൻട്രി ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. എന്തായാലും ഇങ്ങനെയാണ് കളിക്കാൻ വന്നത്. കമോൺ ഷവ ഇറ്റ്സ് ഷെവചെങ്കോ. വാട്ട് എ ഗോൾ. അടിച്ച് പൊളിച്ചു കൊടുത്ത്. യു സ്കോർ വി സ്കോർ. ഇംഗ്ലീഷിലാണെങ്കിൽ ആ കമൻട്രി പറയാം. അതൊരു കിടിലൻ കമൻട്രിയാണ്. യു സ്കോർ വി സ്കോർ. ഓക്കെ, ഹിയർ വി ഗോ. 1-1 ഒക്കെ ഉണ്ട് ഗൈസ്. 16 മിനിറ്റിൽ തന്നെ 1-1. എൻ്റെ 4ാമത്തെ ഷോട്ടാണ് ഒരു ഗോൾ ഏരിയ അവസ്ഥ. കനവേറോ തൊട്ടി. കമോ നൈസ് തൊട്ടി. അഫീന ഷവ. ഇവൻ്റെ എന്ത് ബ്ലോക്കിങ്ങടാ, എവിടുത്തെ എല്ലാം വരുന്നു. നൈസ് പാസ്. മെസ്സി, സോറി റാഫീനിയ. കിട്ടൂലടാ. പൊളി. അവന് എടാ ഡബിൾ ഷൂട്ടൊക്കെ വെറുതെ. അവിടെ ഡബിൾ ടച്ച് ഇട്ടത് ഞാൻ ഇടുന്ന വരില്ല. സംതിങ് ഫിഷി ഹാപ്പനിങ് ഗൈസ്. റിസൾട്ട് ഇല്ല നമ്മളെ മാച്ചിന്. ഫൗളില്ല. കമോൺ എടാ. മക്കലേ ബിസ്പാസിഷ. ഓക്കെ ശവ. ഏടാ ഇതെന്ത് ആരാടത്? ജൊനാഥൻ മറ്റേ കാടല്ലേ ഡബിൾ ബൂസ്റ്റർ. ഇവനെത്ര എണ്ണാന്ന് വന്നേ അറിയോ? കമോൺ എടാ, ഇതൊന്നും പിടിക്കല്ലേടാ. സേവ്. അടിപൊളി. ഇതെന്ത് തേങ്ങയുടെ നമ്മൾ സേവ് ചെയ്യണത്തെ. എടാ അവിടുന്ന് സ്റ്റണ്ടിങ് അടിച്ചിട്ട് സ്മൈക്കിൾ നോക്കി നിൽക്കുന്നടാ. ഇതെന്ത് തേങ്ങ. അവൻ്റെ 2 ഷോട്ടിൽ 2 ഗോൾ. ഞാൻ 5-6 ഷോട്ട് ചെയ്തു, എന്തായാലും കിട്ടിയില്ലാന്ന് തോന്നുന്നു. കമോൺ ഡബിൾ ടച്ച് ഷോട്ട്. പക്ഷേ നിങ്ങൾക്കൊന്നും മനസ്സിലായ അവനിട്ടാൽ മാത്രമേ എനിക്ക് ഓടിക്കാൻ പറ്റുള്ളൂ.
അവൻ 11-ലിട്ട് 16-ൽ ഞാൻ തിരിച്ചു കൊടുത്ത്. അവനിപ്പോൾ ഇട്ട് അടുത്ത അറ്റാക്കിൽ ഞാൻ തിരിച്ചു കൊടുത്ത്. അവൻ ഇട്ടാൽ മാത്രമേ എനിക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അതുവരെ ഞാൻ ഷൂട്ട് ചെയ്തൊക്കെ പുറത്തും മേത്തും മറ്റേ ഗോളി സേവ് ചെയ്യലും. ഡ്രാമ ഗൈസ്, നാടകം, ശരിക്കും നാടകം. ഇതൊക്കെയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുക. എൻ്റെ ഫിനിഷിങ്ങിൻ്റെ കുഴപ്പമൊന്നുമില്ല, കാരണം ഞാൻ എല്ലാ മാച്ചിലും ഈ ഫിനിഷിങ് തന്നെ ചെയ്യുന്നത്. എല്ലാ മാച്ചിലും ഇതേ രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യുന്നത്. ഭയങ്കര 9 ഷോട്ടോടെ ഞാൻ ഇത്. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കും ഞാൻ കളിക്കാണ്ട് അവൻ വെറുതെ നല്ല ഷൂട്ട് ചെയ്തിട്ട് ഗോളടിക്കുന്നതെന്ന്. പക്ഷെ അത് കളിക്കുന്നവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. കളിക്കുമ്പോൾ ഇമാതിരി സംഭവം ഫേസ് ചെയ്താൽ മാത്രം. ചൂടാ ഇതെന്ത് തേങ്ങടാ. പ്ലേയേഴ്സ് നോട്ട് പ്ലേയിങ് ഗൈസ്, ബ്രെയിൻ ഈസ് നോട്ട് ബ്രെയിനിങ്. ഇത് മിക്കവാറും ഒരു ഗോള് ഞാൻ മണക്കുന്നു ഗൈസ്. ഇല്ല, മറ്റേ ഇങ്ങനെ ആളിങ്ങനെ കൂടി വെച്ചാലും അതിൻ്റെ അടക്കുന്ന അവൻ അടിച്ച് കയറ്റും. പക്ഷെ എൻ്റെ മോനെ എത്ര ആളുണ്ടായിരുന്നടാ അവിടെ. 5 ആളെങ്ങാട്ട് അവൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. എന്നിട്ട് സുഖമായിട്ട് അടിച്ച് തൊട്ടാ ഗോളാ. നമുക്ക് നോക്കാമല്ലോ അവൻ അടിച്ച പാടെ എനിക്ക് അടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ വെറുതെ ചിന്തിക്കുന്നതാണോ. കേശവ ഗോളാന്ന് ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഗോളാന്ന് പറഞ്ഞാൽ ഗോളാ. ഇനി അടിക്കാനില്ല. ഇനി അവൻ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും, അല്ലാണ്ട് എനിക്ക് അടിക്കാനില്ല ഗൈസ്, ഉറപ്പാണ്. അതൊക്കെ ഓടിക്ക് നോക്ക്. നേരത്തെ അടിക്കാത്തവനായി ഇപ്പം അടിച്ചത്. ഡബിൾ ടച്ച് ഇട്ടിട്ട് വരില്ല. ഇത് തേങ്ങ ഗെയിമാണ് ഇത്. ചില മാച്ചിൽ അവരിങ്ങനെ എഴുതി അങ്ങ് വെച്ചു, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ കണ്ടോ, ഇനി ഞാൻ ഓടിക്കാൻ ഭയങ്കര മണിയായിരിക്കും. അവൻ അടിച്ചാൽ ചിലപ്പം ഈസിയാവും, അടിക്കുന്ന വരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ടൊട്ടി കമോൺ, ഓപ്ഷൻ വരില്ല അവിടെ. ഓക്കെ എടാ, ഞാൻ പറഞ്ഞില്ലേ അതൊന്നും അടിക്കത്തേ ഇല്ല. അവയർനെസ് ഒന്നും കാണിക്കുകയേ ഇല്ല നെറ്റൊന്നും. നെറ്റോ ഇനി ഒരു CF അല്ല ഗൈസ്. സെൻറ്റർ ബാക്കിനെ പിടിച്ച് CF ഇട്ട് എങ്ങനെയുണ്ടോ അതേപോലെ കളിക്കുമായിരുന്നു. കണ്ടോ റഫീനിയ. പക്ഷെ ടൈം പോവില്ല. ഇനിയും ഓടിച്ചില്ലെങ്കിൽ അതെനിക്കും പ്രശ്നമാണ്. കമോൺ ചൗമിനി, റഫീനിയ, ഏറ്റവും ഡബിൾ ടച്ച്. ഇവിടെ എവിടെടാ പ്രാന്തൊടിക്കണ്ട കേട്ടോ. ഡബിൾ ടച്ച് ഇല്ല ആട്ട്. കമോൺ, ഇവിടെ വരുന്നുണ്ട് ഇത്. ഏടാ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ വരുന്നതാ. ഇപ്പുറത്തെ പ്ലെയറിനെ കവർ ചെയ്യാണ്ട് വന്നുണ്ടോ. സാധാരണ അങ്ങനെ വരുകയില്ല ഒരു പ്ലെയറും. ശേ പോ നോക്കിയേ ഗൈസ്, 1 ടച്ച് പോലും നടക്കുന്നില്ല. അവനൊരു ഗോൾ ഇട്ടാൽ ഫ്രീ ആവും, പക്ഷേ ഗോൾ വാങ്ങിയാൽ അതെനിക്ക് വലിയ പ്രശ്നമാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലേ ഗൈസ്, ടെസ്റ്റിംഗ് ഒന്നുമല്ല, കറക്റ്റായി അങ്ങനെ തന്നെയാണ്. ഇത് എഴുതി വെച്ചാൽ വെച്ചാ ഡ്രോ അല്ലെങ്കിൽ എനിക്ക് ലാസ്റ്റ് മിനിറ്റിലൊരു ലോസോ. വിന്നാവില്ല 100%. അവിടെ നിങ്ങളിത് പറയടാ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ പറ. കമോൺ, ഒരു തേങ്ങ നടക്കില്ല. എനിക്ക് പ്രാന്തൊടിക്കുന്നത് കളിയാണെന്ന്. കമോൺ, വാൻഡേക്ക് എവിടെ വന്നിട്ട് നോക്കിയേ. അപ്പുറത്ത് പോകില്ലെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വന്ന് കവർ ചെയ്ത് നീ ഏതറാ. ദിസ് ഈസ് കൊണാമി പ്ലേയിങ് അഗെയിൻസ്റ്റ് മീ ഗൈസ്, നോട്ട് ദ ഓപ്പോണൻറ്റ്. അവൻ മാനുവൽ പോലും അല്ല. നോക്ക്, ഒന്നു ഓവറായിട്ട് തോന്നുന്നില്ല ആർക്കും. റഫീനിയുടെ എങ്ങോട്ടാണ് ഡബിൾ ടച്ച് ഒക്കെ ഇടുന്നത്. ആവശ്യമില്ലാത്ത ടൈം ഡബിൾ ടച്ച് ഇടുന്ന നോക്ക്. ലാസ്റ്റ് ചാൻസ് പോയി. 1 more ചാൻസ് കിട്ടി. കമോൺ. അയ്യേ എടാ, അത് ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ സെൻറ്റർ ബാക്കിനെ പിടിച്ച് CF ഇട്ട് എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ ഏറ്റവും കളിക്കുന്നു. അയ്യാ ഫിനിഷ് കണ്ടിരാ. എത്ര ഷോട്ട് ചെയ്ത് ഞാൻ. എൻ്റെ ഫിനിഷിങ്ങിൻ്റെ കുഴപ്പമാണെങ്കിൽ ഞാൻ ഈ 3 ഗോളും അടിക്കില്ലായിരുന്നു. 14 ഷോട്ട് 9 on ടാർഗറ്റ്, 3 സേവ്, ബാക്കി മൊത്തം ഇൻ്റർസെപ്ഷൻ അവൻ്റെ പ്ലേസ്. എങ്ങനെടാ ഇത് കൊണാമി അവനെ സപ്പോർട്ട് ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര വലിയ സ്കോഡാണ്.
ഇതിനാ ഇബ്രൂന് അയച്ചു കൊടുക്കാനാണ് ഗൈസ്. അയ്യോ ചളിയായി. പക്ഷെ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയാം ഈ മാച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ. അപ്പം എന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ.